ഉച്ചവെയിലിന്റെ ചൂട് കാരണം റോഡ് തീപ്പൊരി പോലെ പൊള്ളി. ബസ് സ്റ്റാൻഡിനരികിലെ വഴിയോരത്ത് ആളുകൾ തണൽ തേടി ഓടി നടന്നു. ആ വഴിയരികിൽ പൊടിമൂടിയ മുഖവും ക്ഷീണിച്ച കണ്ണുകളുമുള്ള ഒരു സ്ത്രീ കൈവശം ചെറിയ തുണിസഞ്ചിയുമായി നടന്നു വരികയായിരുന്നു. അവളുടെ വയറ് മുന്നോട്ട് തള്ളി നിന്നു. അവൾ ഗർഭിണിയാണ്. ദാഹം കാരണം അവളുടെ തൊണ്ട വരണ്ടു, ചുണ്ടുകൾ ഉണങ്ങി. അവളുടെ കൈ പിടിച്ച് നടന്നത് 6 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. അവന്റെ കണ്ണുകളിൽ ഭയം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയെക്കുറിച്ചുള്ള കരുതൽ അതിലും വലുതായിരുന്നു. "അമ്മേ, വെള്ളം വേണോ? " അമ്മ മറുപടി പറഞ്ഞില്ല. മറിച്ച് നെഞ്ച് പിടിച്ചൽപ്പം കുനിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അത് കണ്ട് കുഞ്ഞിന്റെ മനസ്സ് തകർന്നു. അടുത്തു കണ്ട് ചെറിയ കടയിലേക്ക് അവൻ ഓടി. പഴയ തടിവാതിലും മുന്നിൽ നിറയെ കുപ്പികളും. കടക്കുള്ളിൽ കർശനമായ മുഖമുള്ള ഒരു കടക്കാരൻ കണക്കുകൾ എഴുതുന്നു. കുഞ്ഞ് പതുങ്ങി നിന്നു. "ചേട്ടാ, ഒരു ഗ്ലാസ് വെള്ളം തരാമോ? " കടക്കാരൻ തല ഉയർത്തി നോക്കി. "എന്ത് വേണം? " "അമ്മക്ക് തീരെ വയ്യ, ഒരു ഗ്ലാസ് വെള്ളം. " കടക്കാരന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. "ഇറങ്ങിപ്പോടാ, പൈസ ഉണ്ടെങ്കിൽ മാത്രം നീ ഇങ്ങോട്ട് വന്നാ മതി. " കുഞ്ഞ് നെട്ടി. കണ്ണുകൾ നിറഞ്ഞു. "ചേട്ടാ, അമ്മക്ക് തീരെ വയ്യ. " അതൊന്നും കേൾക്കാൻ നിൽക്കാതെ കടക്കാരൻ കൈവീശി. കുഞ്ഞു പതുക്കെ പുറത്തേക്ക് നടന്നു. അമ്മയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവൾ നിലത്ത് വീണിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. കുഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. അത് ദൂരത്ത് നിന്ന് കണ്ട കടക്കാരന്റെ മനസ്സൊന്ന് കുലുങ്ങി. "ഓ, എന്തൊരു ചൂടാ, ഗർഭിണിയല്ലേ, പാവം. " അയാൾ എഴുന്നേറ്റ് വാതിലിലേക്ക് നടന്നു. കുഞ്ഞേ, നിൽക്കൂ. " ആ കുട്ടി തിരിഞ്ഞു നോക്കി. കടക്കാരൻ ഒരു ഗ്ലാസ് വെള്ളവുമായി പുറത്തേക്ക് വന്നു. "ദാ, ഇത് പിടിച്ചോളൂ. " ആ വെള്ളത്തിന്റെ ഓരോ തുള്ളിയും അമ്മയ്ക്ക് പുതിയൊരു ജീവിതം നൽകിയതുപോലെ ആയിരുന്നു. അവൾ വെള്ളം കുടിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നന്ദി തെളിഞ്ഞു. പക്ഷേ അപ്പോൾ തന്നെ അവൾ വേദന കൊണ്ട് നിലവിളിച്ചു. "അയ്യോ! " കടക്കാരൻ ഞെട്ടി. അവന്റെ ജീവിതം ആ നിമിഷം മാറാൻ പോകുന്നു. അവളുടെ നിലവിളി കേട്ടതോടെ ചുറ്റുമുള്ളവർ തിരിഞ്ഞു നോക്കി. അവൾ നിലത്തിരുന്ന് വയറു പിടിച്ച് വിറച്ചു. മുഖം വെളുത്തു പോയിരുന്നു. കുഞ്ഞ് പേടിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചു. "അമ്മേ, അമ്മേ. " അവന്റെ ശബ്ദം കരച്ചിലിൽ മുങ്ങി. കടക്കാരൻ എന്താ ചെയ്യണ്ടേന്നറിയാതെ നിന്നു. അയാൾ വേഗം പുറത്തേക്ക് വന്നു. "എന്ത് വേദനയാണ്? " അവൾ സംസാരിക്കാൻ കഴിയാതെ തല കുലുക്കി. "ഇവൾക്ക് പ്രസവവേദന ആയിരിക്കും," ഒരു വഴിയാത്രക്കാരൻ പറഞ്ഞു. കടക്കാരന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. "ഇവിടെ കിടക്കാൻ പറ്റില്ല, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. " അയാൾ കട അടച്ചു. ചുറ്റുമുള്ളവർ ഒരു ഓട്ടോ വിളിച്ചു. കുഞ്ഞ് അമ്മയുടെ കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് ഓട്ടോയിൽ കയറി. കടക്കാരനും കൂടെ കയറി. ഓട്ടോ ആശുപത്രിയിലേക്ക് പാഞ്ഞു. സ്ത്രീയുടെ ശ്വാസം വേഗത്തിലായി. വേദന കൊണ്ട് അവൾ കുഞ്ഞിന്റെ കൈ പിടിച്ചമർത്തി. "അമ്മേ, ഞാൻ ഇവിടെ ഉണ്ട്," കുഞ്ഞ് വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആശുപത്രിയിലെത്തി നഴ്സുമാർ അവളെ സ്ട്രെച്ചറിൽ കൊണ്ടുപോയി. "ബന്ധുക്കൾ ആരാണ്? " ഡോക്ടർ ചോദിച്ചു. കുഞ്ഞൊന്നും പറയാൻ അറിയാതെ നിന്നു. കടക്കാരൻ മുന്നോട്ട് വന്നു. "ആരുമില്ല ഡോക്ടർ, ഞാൻ മാത്രമാണ് കൂടെയുള്ളത്. " ഡോക്ടർ അയാളെ നോക്കി. "അഡ്വാൻസ് ഫീസ് അടക്കണം. " കടക്കാരൻ ഒരു നിമിഷം മടിച്ചു. പിന്നെ പേഴ്സ് തുറന്നു. "എത്രയാണെങ്കിലും പ്രശ്നമില്ല, ഞാൻ അടച്ചോളാം. " ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ കുഞ്ഞ് നിലത്തിരുന്ന് പ്രാർത്ഥിച്ചു. അവന്റെ കണ്ണുകളിൽ പേടിയും പ്രതീക്ഷയും നിറഞ്ഞിരുന്നു. കടക്കാരൻ അവനെ സമീപിച്ച് തല തഴുകി. "പേടിക്കേണ്ട മോനെ, അമ്മക്കൊന്നും സംഭവിക്കില്ല. " അകത്ത് നിന്ന് കുഞ്ഞിന്റെ കരച്ചിൽ പോലുള്ള ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. ഒരു നിമിഷം കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്ന് ചിരിയോടെ പറഞ്ഞു. "അമ്മക്കും കുഞ്ഞിനും സുഖമാണ്. പെൺകുഞ്ഞാണ്. " കുഞ്ഞിന്റെ കണ്ണുകൾ തെളിഞ്ഞു. "എന്റെ അനിയത്തി," അവൻ സന്തോഷത്തോടെ പറഞ്ഞു. കടക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ കഥ ഇതോടെ അവസാനിച്ചിട്ടില്ല. ഇത് വെറും തുടക്കമാണ്. ഡോക്ടറുടെ വാക്കുകൾ കേട്ടതോടെ കടക്കാരൻ ഒരു ദീർഘശ്വാസം വിട്ടു. അവന്റെ ഉള്ളിലെ ഭാരമൊന്ന് കുറഞ്ഞതുപോലെ തോന്നി. ആശുപത്രിയുടെ തണുത്ത വരാന്തയിൽ കുഞ്ഞ് സന്തോഷത്തോടെ ചാടി നടന്നു. "ചേട്ടാ, അമ്മയെ കാണാൻ പറ്റുമോ? " "കാണാം മോനെ, കുറച്ച് കഴിയട്ടെ. " നഴ്സ് കുട്ടിയെ അമ്മയുടെ കിടക്കയിലേക്ക് കൊണ്ടുപോയി. ക്ഷീണിച്ച ശരീരത്തോടെ കിടക്കുന്ന അമ്മ. കുട്ടിയെ കണ്ടപ്പോൾ കണ്ണുനീർ തടയാനായില്ല. "മോനെ," അവൾ അവന്റെ തല തഴുകി. കുട്ടി അമ്മയുടെ കൈ പിടിച്ച് പറഞ്ഞു. "അമ്മേ, പേടിക്കേണ്ട. ആ ചേട്ടൻ നമ്മളെ രക്ഷിച്ചു. " അമ്മ കണ്ണുകൾ ഉയർത്തി കടക്കാരനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നന്ദിയും ആശ്വാസവും നിറഞ്ഞിരുന്നു. "ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. " അവളുടെ ശബ്ദം വിറച്ചു. കടക്കാരൻ ഒന്നും പറഞ്ഞില്ല.
അവന്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഉയർന്നു. ഒരിക്കൽ ദാരിദ്ര്യം അനുഭവിച്ച ബാല്യം, സഹായം തേടി അലഞ്ഞിരുന്ന ദിനങ്ങൾ. അന്നാരെങ്കിലും എന്നെ സഹായിച്ചിരുന്നുവെങ്കിൽ അവനുള്ളിൽ പറഞ്ഞു. ഡോക്ടർ അടുത്തു വന്നു. അമ്മക്ക് വിശ്രമം വേണം, കുഞ്ഞിനെയും ശ്രദ്ധിക്കണം. എല്ലാം ഞാൻ നോക്കാം, കടക്കാരൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അയാൾ ആശുപത്രി ബില്ലുകൾ മുഴുവൻ അടച്ചു. കുഞ്ഞിന് വസ്ത്രങ്ങൾ വാങ്ങി. അമ്മക്കായി ഭക്ഷണം കൊണ്ടുവന്നു. കുഞ്ഞവനെ അത്ഭുതത്തോടെ നോക്കി. ചേട്ടാ, നിങ്ങളെന്റെ അച്ഛനാണോ? അവന്റെ നിഷ്കളങ്കമായ ചോദ്യം കടക്കാരന്റെ ഹൃദയം തകർത്തു. അയാൾ കുട്ടിയെ ചേർത്തു പിടിച്ചു. അല്ല മോനെ, പക്ഷെ ദൈവം എന്നെ നിങ്ങൾക്ക് വേണ്ടി അയച്ചതാണ്, അമ്മ പതുക്കെ പറഞ്ഞു. ഞങ്ങൾക്കൊന്നുമില്ല ചേട്ടാ, താമസിക്കാൻ പോലും ഒരിടമില്ല. അവളുടെ വാക്കുകൾ അവസാനിക്കുന്നതിന് മുൻപേ കണ്ണുനീർ വീണു. കടക്കാരൻ ഉറപ്പിച്ചു. ഇനി നിങ്ങൾ റോഡിൽ കഴിയില്ല, ഞാൻ വാക്ക് തരുന്നു. അയാൾ ആശുപത്രിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആകാശം തെളിഞ്ഞു. ഇതൊരു പുതിയ തുടക്കമാണ്, അയാൾ മനസ്സിൽ പറഞ്ഞു. പുറത്തേക്ക് കുഞ്ഞിന്റെ കരച്ചിൽ മുഴങ്ങി. ആ ശബ്ദം അയാളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റി. ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് ദിവസം എത്തിയപ്പോൾ അമ്മയുടെ മുഖത്ത് ഭയം വീണ്ടും തെളിഞ്ഞു. പുറത്തേക്കിറങ്ങുമ്പോൾ എവിടേക്ക് പോകണം എന്ന ചോദ്യമാണ് അവളുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നത്. കുട്ടി അനിയത്തിയെ ചേർത്ത് പിടിച്ച് അമ്മയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. കടക്കാരൻ എല്ലാം ശ്രദ്ധിച്ചു. പേടിക്കേണ്ട, നിങ്ങൾക്ക് എന്റെ കൂടെ വരാം. അമ്മ ഒന്നും പറഞ്ഞില്ല. നന്ദിയും ആശങ്കയും ചേർന്ന് കണ്ണുകളോടെ അവൾ തല കുലുക്കി. ഓട്ടോ കടക്കാരന്റെ വീട്ടിലേക്കാണ് പോയത്. ഇവിടെയോ? അമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, കുറച്ചു ദിവസത്തേക്ക്, കടക്കാരൻ പറഞ്ഞു. വീട് വൃത്തിയാക്കി, അവൾക്കുള്ള കിടക്ക ഒരുക്കി, കുഞ്ഞിന് ചൂടുള്ള ഭക്ഷണം കൊടുത്തു. ആദ്യമായി പല ദിവസങ്ങൾക്ക് ശേഷം കുട്ടി വയറു നിറച്ച് കഴിച്ചു. അവളുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ. നിങ്ങൾ ഞങ്ങൾക്ക് ഇത്രയും സഹായം ചെയ്തു തന്നു, തിരിച്ച് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും വേണ്ട, അയാൾ പറഞ്ഞു. രാത്രി കുട്ടി അനിയത്തിയോട് സംസാരിച്ചു. നിനക്കറിയാമോ, ഈ ചേട്ടൻ ദൈവം തന്നെയാണ്. അടുത്ത ദിവസം കടക്കാരൻ ഒരു തീരുമാനമെടുത്തു. ഈ സ്ത്രീക്ക് ഒരു ജോലി കണ്ടെത്തണം, കുട്ടിയെ സ്കൂളിൽ അയക്കണം. ഇനി ഇവരുടെ ജീവിതം എന്റെ ഉത്തരവാദിത്തമാണ്. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവൾ സുരക്ഷിതമായി ഉറങ്ങി. പുലർച്ച സൂര്യപ്രകാശം വീട്ടുമുറ്റത്ത് വീണപ്പോൾ അവൾ പതുക്കെ കണ്ണു തുറന്നു. ഏറെ നാളുകൾക്ക് ശേഷം അവൾക്ക് ശരീരത്തിലും മനസ്സിലും ഒരു സമാധാനം തോന്നി. അടുത്ത് കിടന്നിരുന്ന കുഞ്ഞ് അനിയത്തിയെ ചേർത്ത് പിടിച്ച് ഉറങ്ങുകയായിരുന്നു. ഇതെല്ലാം ഒരു സ്വപ്നമാണോ? അവൾ മനസ്സിൽ പറഞ്ഞു. അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം കേട്ടു. കടക്കാരൻ ചായ ഉണ്ടാക്കുന്നു. ഉണർന്നോ? അയാൾ സ്നേഹത്തോടെ ചോദിച്ചു. അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. ദൈവം നിങ്ങളെ, അത് വേണ്ട, അയാൾ ചിരിച്ചു തടഞ്ഞു. ഇന്നു മുതൽ നമ്മൾ ഒരു കുടുംബമാണ്. കുട്ടി ഓടി വന്നു. ഇന്ന് നമുക്ക് സ്കൂളിൽ പോകണം, കടക്കാരൻ പറഞ്ഞു. കുട്ടിയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. സ്കൂളോ? അതെ, നീ പഠിക്കണം. അയാൾ കുട്ടിയെ അടുത്തുള്ള സർക്കാർ സ്കൂളിൽ ചേർത്തു. പഴയ വസ്ത്രം മാറ്റി പുതിയ യൂണിഫോം വാങ്ങി. കുട്ടി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചിരിച്ചു. ഇത് ഞാൻ തന്നെയാണോ? അവന്റെ സന്തോഷം നിറഞ്ഞ ചോദ്യം അമ്മയെ കരയിപ്പിച്ചു. അവൾ സമീപത്തെ വീട്ടുകളിൽ ചെറിയ ജോലിക്ക് പോയി. അവൾക്ക് വിശ്രമം വേണം, കടക്കാരൻ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. കുട്ടി പഠിക്കാൻ തുടങ്ങി. അനിയത്തി ആരോഗ്യത്തോടെ വളർന്നു. അവളുടെ മുഖത്ത് പഴയ ഭയം മാറി ആത്മവിശ്വാസം തെളിഞ്ഞു. ഒരു ദിവസം അമ്മ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ സഹായിക്കുന്നത്? കടക്കാരൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. കാരണം ഒരിക്കൽ ഞാനും നിങ്ങളെ പോലെ ആയിരുന്നു, അയാൾ പറഞ്ഞു. അന്ന് എന്നെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ ദൈവമാണ്. അല്ല, അയാൾ പറഞ്ഞു. ഞാൻ വെറും ഒരു മനുഷ്യനാണ്. കുട്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയതോടെ നാട്ടുകാരുടെ ശ്രദ്ധ ആ വീട്ടിലേക്കായി. ആരാ ആ സ്ത്രീ? എവിടെ നിന്നാ വന്നത്? എന്നിങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നു. ചിലരുടെ കണ്ണുകളിൽ കൗതുകം, ചിലരുടെ കണ്ണുകളിൽ സംശയം. കടക്കാരൻ അതൊന്നും കാര്യമാക്കിയില്ല. ഞങ്ങൾ കാരണം നിങ്ങളും ബുദ്ധിമുട്ടുകയാണ്, അവൾ കടക്കാരനോട് പറഞ്ഞു. ഒരിക്കലുമില്ല, അയാൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സ്കൂളിൽ കുട്ടി മിടുക്കനായി പഠിച്ചു. അധ്യാപകർ അത്ഭുതപ്പെട്ടു. ഇത്ര ബുദ്ധിയുള്ള കുട്ടിയോ? അവർ പറഞ്ഞു. ഒരു ദിവസം PTA മീറ്റിംഗിന് കടക്കാരൻ എത്തി. ഇയാൾ ആരാ? ചിലർ പതുക്കെ ചോദിച്ചു.
അധ്യാപകൻ പറഞ്ഞു. അദ്ദേഹമാണ് കുട്ടിയുടെ ഗാർഡിയൻ. അയാൾക്ക് അഭിമാനം തോന്നി. അമ്മ ദൂരത്തു നിന്ന് കണ്ണുനീർ തുടച്ചു. ഇതേ സമയം കടയിലെ വ്യാപാരം കുറഞ്ഞു. ഒരു രാത്രി കടക്കാരൻ കണക്കുകൾ നോക്കി. പണം കുറയുന്നു, പക്ഷെ മനസ്സിന് ഭാരം തോന്നിയില്ല. അവൻ കുട്ടിയോട് ചോദിച്ചു, എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ല ചേട്ടാ. കുട്ടി ചിരിച്ചു. അമ്മ രാത്രിയിൽ പ്രാർത്ഥിച്ചു, ഈ മനുഷ്യന് ഒരിക്കലും ദുഃഖം വരരുതേ. പക്ഷേ ജീവിതം പരീക്ഷണങ്ങൾ നൽകും. ഒരു ദിവസം കടക്കു മുന്നിൽ വലിയ തർക്കമുണ്ടായി. ഒരു പഴയ കടക്കാരൻ വന്നു പറഞ്ഞു, നീ ഈ കുടുംബത്തെ വളർത്തി നശിക്കും. കടക്കാരൻ ശാന്തമായി മറുപടി പറഞ്ഞു, നശിക്കുന്നത് മനുഷ്യത്വം ഇല്ലാതാകുമ്പോഴാണ്. ആ വാക്കുകൾ നാട്ടിൽ പടർന്നു. അടുത്ത ദിവസം രാവിലെ കട തുറക്കാൻ എത്തിയപ്പോൾ കടക്കാരന് മുന്നിൽ ഒരു നോട്ടീസ്. നഗരസഭയുടെ മുദ്ര പതിഞ്ഞ നോട്ടീസ്. കട നീക്കം ചെയ്യണം. അയാളുടെ കൈകൾ ഒന്ന് വിറച്ചു. ഇതായിരുന്നു അവന്റെ ഏക വരുമാന മാർഗം. ആ സ്ത്രീയും കുഞ്ഞും അനിയത്തിയും എല്ലാവരും അവനിൽ ആശ്രയിച്ചിരിക്കുന്നു. അവൾ പിന്നിൽ നിന്നും നോക്കി. എന്താ പ്രശ്നം? കടക്കാരൻ നോട്ടീസ് അവൾക്ക് കൊടുത്തു. അവളുടെ മുഖം വെളുത്തുപോയി. ഇത് ഞങ്ങൾ കാരണമല്ലേ? അല്ല, അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ഇതെന്റെ പ്രശ്നമാണ്. പക്ഷേ അയാളുടെ കണ്ണുകളിൽ ഒരു നിമിഷം ആശങ്ക തെളിഞ്ഞു. ഭയപ്പെടേണ്ട, എന്തെങ്കിലും വഴിയുണ്ടാകും, അയാൾ പറഞ്ഞു. നാട്ടുകാർ കൂടിച്ചേർന്നു. ചിലർ പിന്തുണച്ചു. ഇയാൾ നല്ല മനുഷ്യനാണ്. ചിലർ മൗനം പാലിച്ചു. കുട്ടി ചോദിച്ചു, ചേട്ടാ, കട അടക്കുമോ? കടക്കാരൻ അവനെ ചേർത്ത് പിടിച്ചു. ഇല്ല മോനെ, ഞാനുണ്ടല്ലോ. അടുത്ത ദിവസം അയാൾ നഗരസഭ ഓഫീസിലേക്ക് പോയി. അധികാരികളോട് സംസാരിച്ചു. ഒരു മാസത്തെ സമയം തരൂ, അയാൾ അപേക്ഷിച്ചു. അധികാരി പറഞ്ഞു, നിയമം നിയമമാണ്. അപ്പോൾ സ്കൂൾ അധ്യാപകൻ അവിടെ എത്തി. അയ്യോ, നിങ്ങളെന്താ ഇവിടെ? ഈ മനുഷ്യൻ ഒരു കുടുംബത്തെ രക്ഷിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. പിന്നെ ഒരു ഡോക്ടർ, ഒരു ഓട്ടോ ഡ്രൈവർ, എല്ലാവരും ഒരേ കാര്യം പറഞ്ഞു. അവസാനം അധികാരി പറഞ്ഞു, ഒരു മാസത്തെ സമയം തരാം. കടക്കാരൻ നന്ദിയോടെ തലകുനിച്ചു. വീട്ടിലെത്തി അവളോട് പറഞ്ഞു, നമ്മൾക്ക് സമയം കിട്ടിയിട്ടുണ്ട്. കുട്ടി സന്തോഷത്തോടെ പറഞ്ഞു, ചേട്ടാ, നമ്മൾ വിജയിച്ചു. കടക്കാരൻ ചിരിച്ചു. ഇത് എന്റെ വിജയമല്ല, മനുഷ്യത്വത്തിൻ്റെതാണ്. ഒരു മാസത്തെ സമയം ലഭിച്ചെങ്കിലും കടക്കാരന്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. കടയില്ലാതെയായാൽ എന്ത് ചെയ്യും? ഈ കുടുംബത്തെ എങ്ങനെ സംരക്ഷിക്കും? അവൻ രാത്രികളിൽ ഉണർന്നിരുന്ന് ചിന്തിച്ചു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് കുട്ടി ഓടി വന്നു. ചേട്ടാ, ഹെഡ് മാസ്റ്റർ വിളിച്ചു. കടക്കാരൻ ആശങ്കയോടെ സ്കൂളിലെത്തി. ഹെഡ് മാസ്റ്റർ പറഞ്ഞു, കുട്ടിയുടെ കഥ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. കടക്കാരൻ നെട്ടി. പത്രത്തിൽ വലിയ തലക്കെട്ട്, ദാഹിച്ച അമ്മക്ക് ദൈവമായ കടക്കാരൻ. പത്രവാർത്ത പട്ടണം മുഴുവൻ പടർന്നു. സഹായങ്ങൾ എത്തിത്തുടങ്ങി. ചിലർ ജോലി വാഗ്ദാനം ചെയ്തു, ചിലർ ധനസഹായം നൽകി. ഒരു ബിസിനസ്സുകാരൻ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു നല്ല സ്ഥലത്ത് കട തുടങ്ങാം. കടക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞു. പുതിയ കട തുറന്നു. നാട്ടുകാർ എത്തി. കുട്ടി ആദ്യമായി പത്രത്തിൽ തന്റെ ഫോട്ടോ കണ്ടു. അമ്മേ, നോക്കൂ, ഞാൻ വലിയ ആളായി. അമ്മ അവനെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. ഒരു വൈകുന്നേരം അവൾ കടക്കാരനോട് പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾക്കൊരു ചെറിയ വീട് മതി. ഞങ്ങൾ അങ്ങോട്ട് മാറിക്കോളാം. അയാൾ ഒരു തീരുമാനമെടുത്തു. ഈ കുടുംബത്തിന് സ്വന്തമായി ഒരു വീടുണ്ടാക്കണം. കടക്കാരന്റെ മനസ്സിൽ വീടെന്ന വാക്ക് മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരു തറ, 4 ചുവരുകൾ, ഒരു വാതിൽ. അതിലപ്പുറം ഒന്നും അയാൾ സ്വപ്നം കണ്ടില്ല. പക്ഷെ ആ വീട്ടിൽ സുരക്ഷിതത്വം വേണം. ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ ഇല്ലാത്തൊരു ജീവിതം. അയാൾ ബാങ്കിൽ പോയി ലോൺ എടുക്കണം. അയാൾ പറഞ്ഞു. ബാങ്ക് ഉദ്യോഗസ്ഥൻ പത്രവാർത്ത ഓർത്തു. നിങ്ങൾ തന്നെയല്ലേ ആ കടക്കാരൻ? അയാൾ ചോദിച്ചു. അതെ, നിങ്ങൾക്ക് സഹായം കിട്ടും. ആദ്യമായി ജീവിതത്തിൽ കടക്കാരൻ പ്രതീക്ഷയോടെ ബാങ്കിൽ നിന്ന് പുറത്തു വന്നു. ഒരു ചെറിയ സ്ഥലം കണ്ടെത്തി പണി തുടങ്ങി. നാട്ടുകാർ സഹായിച്ചു. ഒരാൾ സിമന്റ് നൽകി, ഒരാൾ കല്ല്. കുട്ടി ദിവസവും പണിസ്ഥലത്തു പോയി. ഇതാണ് എന്റെ മുറി, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുട്ടിയുടെ അമ്മ ഓരോ ദിവസവും ദൈവത്തോട് നന്ദി പറഞ്ഞു. പക്ഷേ വീട് പകുതി പണിയിലായി നിൽക്കുമ്പോൾ പണം തീർന്നു. സിമന്റ് ചാക്കുകൾ എണ്ണി നോക്കുമ്പോൾ കടക്കാരന്റെ നെഞ്ച് ഒന്ന് പിടഞ്ഞു. ഇനി മുന്നോട്ടു പോകാൻ ഒന്നും ബാക്കിയില്ലായിരുന്നു. കുട്ടിയുടെ അമ്മ അത് മനസ്സിലാക്കി. പണി നിർത്താം, ഇതായാലും മതി, അവൾ പറഞ്ഞു.
കടക്കാരൻ തലകുലുക്കി. ഇല്ല, അത് ശരിയാവില്ല, ഇത് പൂർത്തിയാക്കണം. അയാൾ കട അടച്ച് ഒരു ദിവസം മുഴുവൻ പട്ടണത്തിൽ ചുറ്റി. സഹായം ചോദിക്കാൻ അവന്റെ അഭിമാനം അനുവദിച്ചില്ല. ഇതുവരെ എല്ലാം ദൈവം തന്നതാണ്, അവൻ മനസ്സിൽ പറഞ്ഞു. വൈകുന്നേരം കട തുറക്കാൻ എത്തിയപ്പോൾ ഒരാൾ കാത്തുനിന്നു. നീ എന്നെ ഓർക്കുന്നുണ്ടോ? അയാൾ ചോദിച്ചു. കടക്കാരൻ ശ്രദ്ധിച്ചു നോക്കി. അന്ന് എന്റെ ഭാര്യയ്ക്ക് നിങ്ങൾ സൗജന്യമായി സാധനം തന്നില്ലേ? അയാൾ പറഞ്ഞു. അയാൾ ഒരു കവറിൽ പണം നീട്ടി. ഇത് നിങ്ങൾ എടുത്തോളൂ. അതിനു പിന്നാലെ ഒരു ഓട്ടോ ഡ്രൈവർ, ഡോക്ടർ, അധ്യാപകൻ ഓരോരുത്തരും വന്നു. കുട്ടിയുടെ അമ്മ ദൂരത്തു നിന്ന് എല്ലാം കണ്ട് കരഞ്ഞു. വീണ്ടും പണി തുടങ്ങി. വീടുയർന്നു. ഒരു ദിവസം കുട്ടി ചോദിച്ചു, ചേട്ടാ, ഈ വീടിന് പേരുണ്ടോ? കടക്കാരൻ ചിരിച്ചു. നിനക്ക് എന്ത് പേരാ ഇടേണ്ടത്? ചേട്ടന്റെ പേരിട്ടാൽ മതി. ചേട്ടനാണ് ഞങ്ങളുടെ ദൈവം. കടക്കാരൻ ഒന്നും പറഞ്ഞില്ല. അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. വീട് പണിതു തീർന്ന ദിവസം പുലർച്ചെ തന്നെ കടക്കാരൻ എഴുന്നേറ്റു. മണ്ണിന്റെ മണം നിറഞ്ഞ ആ വീട് ഇന്നൊരു കുടുംബത്തിന്റെ സ്വപ്നമായി മാറുകയായിരുന്നു. വാതിലിനു മുന്നിൽ കുട്ടിയുടെ അമ്മ ദീപം തെളിച്ചു. അവളുടെ കൈകൾ വിറച്ചിരുന്നെങ്കിലും മുഖത്ത് അപൂർവമായ സന്തോഷം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ വീടാണോ? കുട്ടി സംശയത്തോടെ ചോദിച്ചു. കടക്കാരൻ ചിരിച്ചു. അതേ മോനെ, ഇനി ഒരിക്കലും ആരുടെയും മുന്നിൽ നീ കൈ നീട്ടേണ്ട ആവശ്യമില്ല. വീട് ചെറുതായിരുന്നു, പക്ഷേ അവർക്ക് അത് സ്വർഗമായി മാറി. ഒരു മുറി, അടുക്കള, ഒരു ചെറിയ ഹാളും മുന്നിലൊരു വരാന്തയും. ആ വീട്ടിൽ ആദ്യമായി സമാധാനത്തിൽ അവരുറങ്ങി. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. പുതിയ വീട്ടിലെ മതിലുകൾക്ക് നിറം പിടിച്ചു. മുറ്റത്തെ മണ്ണിൽ പൂക്കൾ വളർന്നു. ആ വീട്ടിലെ ഓരോ കോണിലും ചിരിയുടെ ശബ്ദം നിറഞ്ഞു. കുട്ടി ഇപ്പോൾ ചെറുപ്പക്കാരനല്ല, സ്കൂളിലെ മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളായി മാറി. പുസ്തകങ്ങൾ അവന്റെ ലോകമായി. അവൾ പലപ്പോഴും പഴയ ദിവസങ്ങൾ ഓർക്കും. അവളുടെ കണ്ണുകൾ നനയും. പിന്നെ വീട്ടിലേക്ക് നോക്കി അവൾ ചിരിക്കും. കടക്കാരന്റെ കട വളർന്നു. ആളുകൾ ദൂരെ നിന്നുപോലും അവന്റെ കട തേടി വന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് കത്ത് വന്നു. മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിന് സ്കോളർഷിപ്പ്. കുട്ടി വിറച്ച കൈകളോടെ കത്ത് നീട്ടി. ചേട്ടാ, ഞാൻ ഡോക്ടർ ആവുമോ? കടക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞു. നീ ഡോക്ടർ മാത്രമല്ല, നല്ലൊരു മനുഷ്യനാവും. ആ വർഷം മഴ കൂടുതലായിരുന്നു. കടക്കാരൻ പലപ്പോഴും ക്ഷീണിതനായി വീട്ടിലെത്തി. നെഞ്ചിൽ ചെറിയ വേദനയുണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ അത് കാര്യമാക്കിയില്ല. കുട്ടിയുടെ അമ്മ ഡോക്ടറെ കാണാൻ നിർബന്ധിച്ചു. പക്ഷേ അയാൾ സമ്മതിച്ചില്ല. ഒരു രാത്രി അയാൾ കുട്ടിയോട് പറഞ്ഞു, മോനെ, നീ വലിയ ആളാവണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. അടുത്ത ദിവസം അയാൾ നെഞ്ചുവേദനയോടെ വീണു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വിധി നേരത്തെ തന്നെ എഴുതി വെച്ചിരുന്നു. ഡോക്ടർ പതുക്കെ തലയാട്ടി. കുട്ടിയുടെ അമ്മയായ സാവിത്രിയുടെ ലോകം തകർന്നു. ഇല്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. അവളുടെ നിലവിളി ആശുപത്രി വരാന്തയിൽ മുഴങ്ങി. കുട്ടിക്ക് കരയാനായില്ല. അവൻ നിശബ്ദനായി കിടന്ന ശരീരത്തെ നോക്കി. ചേട്ടാ, ഒരിക്കൽ ഞാൻ ഡോക്ടറാകും, അവൻ പതുക്കെ പറഞ്ഞു. സാവിത്രി ദിവസങ്ങളോളം സംസാരിച്ചില്ല. ഒരു രാത്രി അവൾ അയാളുടെ ഫോട്ടോ നോക്കി പറഞ്ഞു, നിങ്ങൾ നൽകിയ ഈ ജീവിതം ഞങ്ങൾ ഒരിക്കലും നശിപ്പിക്കില്ല. കുട്ടി കൂടുതൽ കഷ്ടപ്പെട്ട് പഠിച്ചു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരിക്കൽ വെള്ളം ചോദിച്ച് കരഞ്ഞ ആ 6 വയസ്സുകാരൻ ഇന്ന് വെളുത്ത കോട്ട് ധരിച്ച് ആശുപത്രിയുടെ വരാന്തയിൽ നിൽക്കുന്നു. ഡോക്ടർ ആദിത്യൻ. സാവിത്രി കണ്ണുനീർ തുടച്ച് അവനെ നോക്കി. ചേട്ടൻ കണ്ടിരുന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായി. ആദ്യ ജോലി ദിവസം ആദിത്യൻ ആശുപത്രിയിൽ ഒരു ഗർഭിണിയെ കണ്ടു. അവൾ ക്ഷീണിതയായിരുന്നു. ദാഹിച്ച് കസേരയിലിരിക്കുന്നു. അവനുടൻ വെള്ളം കൊണ്ടുവന്നു. ദാ, വെള്ളം കുടിച്ചോളൂ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അനിയത്തി ഇന്ന് സോഷ്യൽ വർക്കറായി മാറി. റോഡിൽ ആരെങ്കിലും സഹായം തേടിയാൽ അവൾ ആദ്യം എത്തും. അമ്മ ആ വീട്ടിൽ ഇപ്പോഴും ജീവിക്കുന്നു. മുറ്റത്ത് പൂക്കൾ നിറഞ്ഞു. കട ഇന്നും പ്രവർത്തിക്കുന്നു. മറ്റൊരാൾ നടത്തുന്നു. ഒരു ദിവസം ആദിത്യൻ അവിടെ നിന്നു. ചേട്ടാ, ഞാൻ വന്നു, അവൻ മനസ്സിൽ പറഞ്ഞു. ആ വീട്ടിൽ ഇപ്പോൾ ദുഃഖമില്ല. നഷ്ടത്തിന്റെ ഓർമ്മയുണ്ട്, പക്ഷെ അതിനൊപ്പം അഭിമാനവും നന്ദിയും. കാരണം അവർ മനസ്സിലാക്കി, ഒരു മനുഷ്യൻ പോയാലും അയാൾ ചെയ്ത നന്മകൾ ജീവിച്ചിരിക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ തുടങ്ങി ഒരു ജീവിതമായി മാറിയ കഥ.